ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ കേജാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആൾക്കാർ പലതും നെഗറ്റീവായും പോസിറ്റീവായും ഒത്തിരി അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് കേട്ടു നോക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്. അപ്പോൾ ഇത് വീടിന് പുറത്ത് ഇതേപോലെ ഗ്യാസ് ഉപയോഗിക്കുന്നതിന് നേരെ പുറത്ത് ഇതുപോലെ സെറ്റ് ചെയ്യുക. അപ്പം ഇത് ഇതേപോലെ രണ്ട് സൈഡിലും കുറ്റി വെക്കാം. കുറ്റി ഡോറിൽ തന്നെ കുറ്റി സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഡോറ പിന്നെ ആക്കിയിട്ടുള്ളത്. അപ്പം സിലിണ്ടർ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നൊക്കെ സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉള്ളിലോട്ട് വലിച്ചുകൊണ്ട് പോകണ്ട, ടൈലിലൊക്കെ ഇട്ട് നിരക്കേണ്ട ബുദ്ധിമുട്ടില്ല. ഇതുപോലെ സിമ്പിളായിട്ട് പുറത്തുനിന്ന് തന്നെ എടുത്തു വെക്കാം. ഇപ്പോൾ ഒരു ഇതിന് തന്നെ ട്രോളി പോലത്തെ സംഭവമുണ്ട്. അപ്പോൾ ട്രോളിയിലോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് നിന്ന് തന്നെ തള്ളിക്കൊണ്ട് പോയി നേരെ കയറ്റി വെക്കാൻ പറ്റും. പിന്നെ വീടിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ തന്നെ പിന്നെ ഒരു സിലിണ്ടർ വെക്കാനുള്ള സ്പേസ് ഗ്യാസ് സ്റ്റൗ ഒക്കെ വെക്കുന്നതിന് അടിയിലുണ്ടാവുള്ളൂ. മറ്റൊരു സിലിണ്ടർ സ്റ്റോർ റൂമിലോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പം അതിനുള്ളൊരു എളുപ്പമാർഗ്ഗമാണിത്. ഇതിൻ്റെ അകത്താകുമ്പം ഒരു രണ്ട് കുറ്റിയാണല്ലോ മിക്കവാറും വീടുകളിലുണ്ടാവുക. അതിലും കൂടുതൽ കുറ്റി ഉണ്ടെങ്കിൽ അതിനെക്കാളും കുറച്ചും കൂടി വലിപ്പത്തിൽ വേണേലും സെറ്റ് ചെയ്യാം. അപ്പം രണ്ട് കുറ്റി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കേജ് എപ്പോഴും ആക്കുക. അപ്പം ഒറ്റ കുറ്റി വെക്കാനുള്ളത് ആക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. പിന്നെ ഇതിനെക്കൊണ്ടുള്ള പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം, ഗ്യാസ് ലീക്കേജ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വീടിനുള്ളിലാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം പിന്നെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായി ആ പ്രദേശം മൊത്തം പോകുന്നതായിരിക്കും. ഇപ്പം വീട്ടിൽ ആളില്ലാത്ത സമയത്തോ അങ്ങനെ എന്തെങ്കിലും ഒരു ലീക്കേജോ തീപിടുത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആളപായത്തെ കൂടുതൽ മറ്റ് പിന്നെ നഷ്ടങ്ങളൊക്കെ സംഭവിക്കുമല്ലോ. ഇപ്പം വീടിന് പുറത്താണെങ്കിൽ അങ്ങനെ ഒരു വലിയ പ്രശ്നമില്ല. പിന്നെ ആളുകൾ പറയുന്ന മറ്റൊരു പിന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്യാസ് സിലിണ്ടർ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കുറ്റിയിൽ എങ്ങനെ റെഗുലേറ്റർ ഓഫ് ആക്കുന്നുള്ളതാണ്. അതിന് എക്സ്ട്രാ വാൽവ് ഉള്ളിൽ കൊടുക്കാൻ പറ്റും. അതായത് ഓഫാക്കാൻ പറ്റുന്ന രീതിയിൽ, ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ളിൽ ഒരു എക്സ്ട്രാ വാൽവ് ഇതിൻ്റെ അകത്ത് തന്നെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഈ സിലിണ്ടറിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം പിന്നെ ഒട്ടുമിക്ക വീടുകളിലും തന്നെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ഈ അപകടം വരുമ്പോഴാണല്ലോ, അപകടം വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിച്ചിട്ട് കാര്യമില്ല. വരുന്നതിന് മുമ്പ് പരമാവധി നമ്മൾ നോക്കി ചെയ്യുക. ഇതിനൊന്നും വലിയ ചിലവ് വരുന്നൊരു സംഭവമല്ല. പിന്നെ ഇതുപോലെ ഡോറ് തുറക്കുന്ന രീതിയിൽ തന്നെ ആക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരു കൂടാക്കിയിട്ട് കൂട് വേണമെന്നോ, അതായത് പുറത്ത് വെക്കുവാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ചിലർ നെഗറ്റീവായിട്ട് പറയുന്ന ഇത് കള്ളന്മാർ പൂട്ട് തള്ളിപ്പൊളിച്ചിട്ട് എടുത്തിട്ട് പോകും എന്നൊക്കെ. അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ പൂട്ട് പൊളിച്ചിട്ട് തള്ളി കൊണ്ടുപോകുന്ന പോലെ തന്നെ വീട്ടിൻ്റെ അതൊന്നും കുതി തുറന്നെടുത്ത് പോയാൽ കള്ളന്മാർ അങ്ങനെ എങ്ങനെ വേണേലും എടുത്തിട്ട് പോകാം. അപ്പം ഇങ്ങനെ ഒരു സംഭവം എല്ലാവരും ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ വലിയ കോസ്റ്റ് ഒന്നും വരുന്നില്ല. അപ്പം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് പിന്നെ ചെയ്യുമ്പോൾ പരമാവധി രണ്ട് കൂടെങ്കിലും വെക്കാൻ പറ്റുന്ന, അല്ല രണ്ട് സിലിണ്ടറെങ്കിലും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലുപ്പത്തിൽ വേണം ചെയ്യാൻ. ഒറ്റ സിലിണ്ടർ വെക്കാൻ വേണ്ടി ആക്കുന്നത് മണ്ടത്തരമായിരിക്കും. കാരണം രണ്ട് സിലിണ്ടർ എന്തായാലും ഒരു വീട്ടിലുണ്ടാവും, ഒരു സിലിണ്ടർ അല്ലല്ലോ. അപ്പോൾ ഇതുപോലുള്ള ആക്കിയിട്ടുള്ളവർ ഈ വീഡിയോ കൊണ്ട് കാര്യമില്ല, ആക്കാത്തവർ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വെൽഡിംഗ് സംബന്ധമായ ഒത്തിരി വർക്കുകളുടെ വീഡിയോസും റിവ്യൂസും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുമല്ലോ.